ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ബയോളജി വൈ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററിലെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഇന്നത്തെ വിക്ടേഴ്സ് ക്ലാസ്സിൽ ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹു ഈസ് കാൾ ലിനേസ്? കാൾ ലിനേസ് ആരാണ്? ഹു ഈസ് കാൾ ലിനേസ്? കാൾ ലിനേസ് ഈസ് എ scientist, അല്ലേ? Scientist who provided a scientific base for classification. ക്ലാസിഫിക്കേഷന് ഒരു സയന്റിഫിക് ടച്ച് കൊടുത്തത് ആരാണ്? കാൾ ലിനേസ് ആണ്. അതുകൊണ്ടാണ് he is known as the father of taxonomy. father of taxonomy ആരാണ്? കാൾ ലിനേസ്. ഓക്കെ, അതുപോലെ തന്നെ മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളെയും സാമ്യങ്ങളുടെയും വ്യത്യാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ വിവിധ വർഗീകരണ തലങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓരോ ജീവികളുടെയും സാമ്യങ്ങളും വ്യത്യാസങ്ങൾക്കും അനുസരിച്ചാണ് ഒരു വർഗീകരണ തലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അത് ശാസ്ത്രീയമായിട്ട് നൽകിയത്, ഇതിനൊരു ഉത്തരം നൽകിയത് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് വർഗീകരണത്തിന് അടിത്തറ നൽകിയത് കാൾ ലിനേസ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് സയന്റിസ്റ്റുകളെ പരിചയപ്പെടാം. അരിസ്റ്റോട്ടിൽ ഫാദർ ഓഫ് ബയോളജി ആണ്. ഹി ക്ലാസിഫൈ ദ ഓർഗാനിസംസ് ആസ് ദോസ് വിത്ത് റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് നോട്ട് വിത്ത് റെഡ് ബ്ലഡ് സെൽസ്. അതായത് RBC റെഡ് ബ്ലഡ് സെൽസ് ഉള്ള ജീവികളെയും റെഡ് ബ്ലഡ് സെൽസ് ഇല്ലാത്ത ജീവികളെയും ക്ലാസിഫൈ ചെയ്തത് അരിസ്റ്റോട്ടിൽ ആണ്. അടുത്തത് തിയോഫ്രാസ്റ്റസ്, ദ ഫാദർ ഓഫ് ബോട്ടണി ആണ്. ഹി ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ഇൻടു ആനുവൽസ്, ബൈനിയൽസ് ആൻഡ് പെരനിയൽസ്. ഈ 3 കാറ്റഗറിയിൽ പ്ലാന്റ്സിനെ ഡിവൈഡ് ചെയ്തത് തിയോഫ്രാസ്റ്റസ് ആണ്. അടുത്തത് ചരകൻ ഇസ് എ ഫാദർ ഓഫ് ആയുർവേദ. Father of Ayurveda, he wrote the treatise Charaka Samhita by including it in around 200 plants and animals. ചരക സംഹിത എഴുതിയത് ചരകനാണ്. ഓക്കെ, അടുത്തത് ജോൺ റേ ആരാണെന്ന് നോക്കാം. ഹി recorded more than 18,000 plants in the book Historia Generalis Plantarum. Historia Generalis Plantarum എന്ന് പറഞ്ഞ ബുക്കിൽ 18,000-ഓളം പ്ലാന്റ്സിന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹി യൂസ് ദ ടേം സ്പീഷീസ് ഫോർ ദി ഫസ്റ്റ് ടൈം. സ്പീഷീസ് എന്ന വേർഡ് യൂസ് ചെയ്തത് ആരാണ്? ജോൺ റേ ആണ്. ഓക്കെ, അടുത്തത് കാൾ ലിനേസിനെ കുറിച്ച് നമുക്ക് നേരത്തെ പറഞ്ഞു അല്ലെ, ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി ആണ്. അതുപോലെ തന്നെ ടാക്സോണമിക് ഹൈറാർക്കി സജസ്റ്റ് ചെയ്തതാണ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്തതാണ്. സയന്റിഫിക് നെയിമിംഗ് മെത്തേഡ്, ഓക്കെ, ഇതൊക്കെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആളാണ് കാൾ ലിനേസ്. ഓക്കെ, അരിസ്റ്റോട്ടിൽ ജീവശാസ്ത്രത്തിന്റെ പിതാവ്. ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുള്ള ആരാണ്? അരിസ്റ്റോട്ടിൽ. തിയോഫ്രാസ്റ്റസ് സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ് തിയോഫ്രാസ്റ്റസ്. സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ചു. ചരകൻ ആയുർവേദത്തിന്റെ പിതാവ്. 200ഓളം സസ്യജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചു. അടുത്തത് ജോൺ റേ. ജോൺ റേ 18,000-ലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലന്ററം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് ജോൺ റേ ആണ്. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും ജോൺ റേ ആണ്. അടുത്തത് കാൾ ലിനേസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാണ്. അതുപോലെ തന്നെ ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതിയൊക്കെ ആവിഷ്കരിച്ചത് കാൾ ലിനേസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം ടാക്സോണമിക് ഹൈറാർക്കി പ്രപ്പോസ്ഡ് ബൈ ലിനേസ്. ലിനേസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ടാക്സോണമിക് ഹൈറാർക്കിയിൽ ഏറ്റവും അടിയിൽ വരുന്നത് സ്പീഷീസ് ആണ്. ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം, ഇങ്ങനെയാണ് ഈ ഒരു ഹൈറാർക്കി വരുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സ്പീഷീസ് എന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ബയോളജിക്കൽ ഡെഫിനിഷൻ, സ്പീഷീസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്സ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതായത് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്, ഒരു ഗ്രൂപ്പ് ജീവികളാണ്, ജീവജാലങ്ങളാണ്. ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്സ്.
അവർക്ക് ഫെർട്ടൈൽ ആയിട്ടുള്ള ഓഫ് സ്പ്രിങ്സ്, അതായത് കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്, അവരുടെ അടുത്ത തലമുറയെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ അവർക്ക് പുതിയ ഓഫ് സ്പ്രിങ്സിനെ, അവരുടെ കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളതിനെയാണ് ആ കഴിവുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിനെയാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഈ സ്പീഷീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പീഷീസ് ബേസിക് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്, ഏറ്റവും ബേസിക് ലെവലാണ് ഈ സ്പീഷീസ്. അപ്പോൾ ഈ സ്പീഷീസിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാക്സിമം സിമിലാരിറ്റി ഓഫ് ഫീച്ചേഴ്സ് ആണ്. അതായത് അതിലുള്ള ഓർഗാനിസംസിന് ഒരേപോലത്തെ ഫീച്ചേഴ്സ് ആണ് ഉണ്ടാവുക, സിമിലർ ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഓർഗാനിസംസ് ഓഫ് സിമിലർ സ്പീഷീസിനെ എല്ലാം കൂടി പറയുന്നതാണ് ജീനസ്. അതുപോലെ തന്നെ ഒരേപോലത്തെ ജീനസ് ഉള്ള ഓർഗാനിസംസ് ഒരു ഫാമിലി ആയിട്ട് മാറും, ഒരേപോലത്തെ ഫാമിലീസ് ഓർഡർ ആയിട്ട് മാറും. വേരിയസ് ഓർഡേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ക്ലാസ്. അങ്ങനെ ക്ലാസസ് ജോയിൻ ടു ഫോം ഫൈലം ആൻഡ് ഓൾ ഫൈല കോൺസ്റ്റിറ്റ്യൂട്ട് ദ കിങ്ഡം. ഓക്കെ, കിങ്ഡം ആണ് ഹയസ്റ്റ് ലെവൽ. ഏറ്റവും ലോവസ്റ്റ് ലെവൽ, ഏറ്റവും ബേസിക് ലെവൽ എന്ന് പറഞ്ഞാൽ സ്പീഷീസ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് സ്പീഷീസ് എന്ന് മലയാളത്തിൽ നമുക്ക് നോക്കാം. ജീവശാസ്ത്ര നിർവചന പ്രകാരം സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് സ്പീഷീസ്. സ്പീഷീസ് ആണ് അടിസ്ഥാന തലം. ഏറ്റവും സാമ്യം പുലർത്തുന്നത് സ്പീഷീസിലാണ്. ഓക്കെ, ഒരേപോലത്തെ ജീവജാലങ്ങൾ ഉള്ളത് സ്പീഷീസിലാണ്. സമാനമായ സ്പീഷീസ് ചേർന്നുണ്ടാവുന്നതാണ് ജീനസ്. പിന്നെ ജീനസുകൾ ചേർന്ന് ഫാമിലി ഉണ്ടാവുന്നു, ഫാമിലി ചേർന്ന് ഓർഡറുകൾ ഉണ്ടാവുന്നു, ഓർഡർ ചേർന്നിട്ട് ക്ലാസ് ഉണ്ടാവുന്നു, ക്ലാസ്സുകൾ ചേർന്ന് ഫൈലം ഉണ്ടാവുന്നു, എല്ലാ ഫൈലവും ചേർന്നാണ് കിങ്ഡം ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ഹൈറാർക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് പഠിക്കാൻ പറ്റും കേട്ടോ. ആ ഒരു നമ്മൾ നേരത്തെ ആദ്യം കാണിച്ചില്ലേ ആ ഒരു 7 ക്ലാസിഫിക്കേഷൻ, അത് കറക്റ്റ് ആയിട്ട് താഴ്ന്ന് മേലെ വരെ പഠിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ഉത്തരം. അപ്പൊ എന്താണ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഫാമിലികൾ ചേർന്ന ഓർഡർ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു ടോപ്പിക്. അപ്പൊ കിങ്ഡം ആനിമാലിയ എന്താണെന്ന് നോക്കാം. ഇൻക്ലൂഡ്സ് ഓൾ ആനിമൽസ്, എല്ലാ ആനിമൽസിനെയും കൂടിയിട്ട് കിങ്ഡം ആനിമാലിയയിലാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത ഫൈലം കോഡേറ്റ. ഫൈലം കോഡേറ്റ എന്ന് പറഞ്ഞാൽ നട്ടല്, ഇൻക്ലൂഡ്സ് വേർട്ടിബ്രേറ്റ്സ്, നട്ടലുള്ള ജീവികളെല്ലാം കൂടിയിട്ട് ഫൈലം കോഡേറ്റയിൽ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് മാമാലിയ എന്ന് പറഞ്ഞാൽ ഓൾ ഇൻക്ലൂഡ്സ് വേർട്ടിബ്രേറ്റ്സ് ദാറ്റ് ഫീഡ് ദെയർ യങ് വൺസ് വിത്ത് മിൽക്ക്. അപ്പോൾ മിൽക്ക്, അതായത് അവർ പാലൂട്ടി വളർത്തുന്ന നട്ടലുള്ള ജീവികളെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ കണ്ടോ ഈ ഒരു പക്ഷി അപ്പൊ ഇതിൽ നിന്നും പോയി, ക്ലാസ് മമേലിയയിൽ നിന്ന് പോയി. ഓക്കെ, അടുത്തത് ഓർഡർ കാർണിവോറയിലെ മാമൽസ് ഹാവ് ടീത്ത് ടു ടിയർ ഓഫ് ഫ്ലഷ്. അതായത് ഇറച്ചിയൊക്കെ കടിച്ചു വലിക്കാൻ പറ്റിയ ടീത്തുള്ള സസ്തനികളെയാണ് ഈ ഒരു ഓർഡർ കാർണിവോറസ് ആനിമൽസ്. ഓക്കെ, അവിടുന്ന് പിന്നെ വീണ്ടും ഫെലിഡേ എന്ന് പറയുമ്പോൾ ക്ലോസ് വിത്ഡ്രോ ചെയ്യാൻ പറ്റിയ ഒരു ക്ലാസ് ആണിത്, ഓർഡർ ആണിത്. അപ്പോൾ അതുപോലെ തന്നെ ജീനസ് ഫെലിസ് എന്ന് പറഞ്ഞാൽ ഫെലിഡേയിലുള്ള ഫീച്ചേഴ്സ് കാണിക്കുന്ന ആനിമൽസ് തന്നെയാണ്, പക്ഷെ അവരുടെ സ്മോൾ സൈസ് ബോഡിയാണ്, അതുപോലെ തന്നെ റോറിങ് സൗണ്ട് ഇല്ല. ഓക്കെ, അടുത്തത് സ്പീഷീസ് ഡൊമസ്റ്റിക്കസ് എന്ന് പറഞ്ഞാൽ ഈ ജീനസ് ഫെലിസിലത്തെ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഉണ്ട്, പക്ഷെ ഡൊമസ്റ്റിക് കാറ്റിന്റെ ഒരു ഫീച്ചേഴ്സ് കാണിക്കുന്ന ഒരു ആനിമൽസിനെയാണ് സ്പീഷീസ് ഡൊമസ്റ്റിക്കസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇനി നൽകിയിരിക്കുന്ന സസ്യങ്ങളിലെ വർഗീകരണ തലങ്ങൾ പൂർത്തിയാക്കുക. കംപ്ലീറ്റ് ദ ടാക്സോണമിക് ഹൈറാർക്കി ഓഫ് ഗിവൺ പ്ലാന്റ്സ്. അപ്പൊ കിങ്ഡത്തിൽ നമ്മൾ തെങ്ങിന്റെയും മാവിന്റെയും പപ്പായയുടെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. തെങ്ങിന്റെ കിങ്ഡം പ്ലാന്റേ, ഫൈലം ആൻജിയോസ്പെർമേറ്റ, സ്പെർമോഫൈറ്റ, ക്ലാസ് മോണോകോട്ടലിനിഡേ, സീരീസ് കാൽസിനിയെ, ഫാമിലി അരക്കേഷിയെ, ജീനസ് കൊക്കോസ് ആൻഡ് സ്പീഷീസ് ന്യൂസിഫറ. അടുത്തത് പ്ലാന്റേ, മാംഗോയുടെ ആണ് കേട്ടോ, ആൻജിയോസ്പെർമോഫൈറ്റ, ഡൈക്കോട്ടിലിൻഡേ, സാപ്പിൻഡെയിൽസ്, അനാകാർഡിയേഷ്യ, മാൻജിഫറ ആൻഡ് ഇൻഡിക്ക. അപ്പൊ ഇത് നേരത്തെ ആ ഒരു ഇതിൽ എഴുതി വെച്ചാൽ മതി.
അപ്പൊ നമുക്ക് പപ്പായയുടെ നോക്കാം. പപ്പായയുടെ കിങ്ഡം എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആണ്. ഫൈലം മാഗ്നോലിയോഫൈറ്റ, ക്ലാസ് മാഗ്നോലിയോപ്സിഡ, സീരീസ് അല്ലെങ്കിൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എറിക്കേൽസ് ആണ്. ഫാമിലി ആക്ടിനിഡേസിയെ, ജീനസ് ആക്ടിനിഡ, സ്പീഷീസ് എ ഡെലിക്കോസ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ആക്ടിവിറ്റീസ്. എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്